രാത്രി ഉറക്ക് വരുന്നില്ലേ? വളരെ ടെൻഷനാണോ നിങ്ങൾ? എന്നാൽ ഒട്ടും ദുഃഖിക്കേണ്ട. നിങ്ങൾക്ക് ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം. ഈ ഐഡിയ നിങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ചാൽ പകുതി ടെൻഷൻ മാറിക്കാൻ പോകുന്നത് തവക്കുൽ എന്ന വിഷയത്തെ പറ്റിയാണ്. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യും. വിദ്യാഭ്യാസം, ജോലി, വീട് തുടങ്ങിയ പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യും. പക്ഷേ പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറമാണ് നടക്കുക. ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ തീരെ നടക്കുകയില്ല. അപ്പോൾ കാര്യങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമ്മുടെ കൺട്രോളിൽ ഉള്ളത്, മറ്റൊന്ന് നമുക്ക് അത് കൺട്രോളിൽ ഇല്ലാത്തത്, നമുക്കത് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയാത്തത്. അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒരിക്കൽ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, ഞാൻ ഒട്ടകത്തിനെ കെട്ടിയിട്ട് തവക്കുൽ ചെയ്യണോ അതോ ഒട്ടകത്തിനെ അഴിച്ചുവിട്ട് തവക്കുൽ ചെയ്യണോ എന്ന്. അപ്പോൾ തിരുനബി പറഞ്ഞു, നീ കെട്ടിയിട്ട് തവക്കുൽ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് തവക്കുലിൻ്റെ ഒന്നാമത്തെ റൂൾ. നമ്മൾ കഠിനമായി പരിശ്രമിക്കുക. ഏത് സാഹചര്യമാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക എന്ന്. നമ്മൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. ഒന്നുകിൽ ഒട്ടകത്തിനെ കെട്ടിയിടാതെ നമ്മൾ തവക്കുലാക്കും, അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ ഒട്ടകത്തിനെ കെട്ടിയിട്ട് ഒരു വിജയം വരുമ്പോൾ എല്ലാം ഞാൻ ചെയ്തതാണ് എന്ന രീതിയിൽ അഹങ്കരിക്കും. രണ്ടും പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യുകയും അതിനുശേഷം നമ്മൾ തവക്കുൽ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം നോക്കൂ. തിരുനബി പഠിപ്പിക്കുന്നത് പക്ഷികളെ പറ്റിയാണ്. നിങ്ങൾ ശരിയായ രീതിയിൽ തവക്കുൽ ചെയ്താൽ പക്ഷികൾക്ക് അള്ളാഹു അന്നം നൽകുന്നത് പോലെ നിങ്ങൾക്കും അള്ളാഹു നൽകും. പക്ഷികൾ എന്താണ് ചെയ്യുന്നത്? അവർ ഭക്ഷണം ലഭിക്കുമെന്ന് കരുതി കൂട്ടിലിരിക്കുകയല്ല ചെയ്യുന്നത്. അവർ രാവിലെ മുതൽ അന്നം തേടി അലയുകയാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള സംവിധാനം വരികയാണ്. ഈ രീതിയിൽ നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക. അപ്പോൾ അതിനുശേഷം തവക്കുൽ ചെയ്യുക. അപ്പോൾ വിജയം നമ്മളെ തേടി വരും. തവക്കുലുമായി ബന്ധപ്പെട്ട 3 പ്രാക്ടിക്കൽ ടിപ്സുകൾ ഞാൻ പറഞ്ഞു. ടിപ്സ് അത് ദുആ ചെയ്യലാണ്. ഒമയ്യത്തഖില്ല യജ്അൽ ലഹു മഖ്റജ തുടങ്ങിയ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ മേലിൽ ഭാരമേൽപ്പിച്ചാൽ അവൻ അള്ളാഹുവിന് മതി തുടങ്ങിയ ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരുപാട് ആയത്തുകളുണ്ട്. അപ്പോൾ അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ച് ദുആ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ് നമ്മൾ വേണ്ടത്. നമ്പർ 2, നമ്മൾ വേർതിരിക്കുക. ഇത് എൻ്റെ കൺട്രോളിലുള്ളതാണോ? കൺട്രോളിലുള്ള കാര്യമാണെങ്കിൽ അത് നമ്മൾ ചെയ്യുകയും നമ്മുടെ കൺട്രോളില്ലാത്തൊരു കാര്യമാണെങ്കിൽ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കാതെ അത് അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുകയും അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ മേലിൽ നല്ല രൂപത്തിൽ തവക്കുൽ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു എന്ന ആയത്ത് എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കുക എന്നതാണ്. അപ്പോൾ ഈ ഒരു 3 ട്രിക്കുകൾ നമ്മൾ ചെയ്താൽ നമ്മുടെ ടെൻഷൻ ഒരുപാട് കുറയും. പലർക്കും അറിയുന്നതാണ്, പക്ഷേ നമ്മളത് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്.